ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന. പ്രത്യേക അന്വേഷണ സംഘമാണ് പരിശോധന നടത്തുന്നത്. ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് കേരളത്തിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം ഈ ഒരു സ്മാർട്ട് ക്രിയേഷൻസിന്റെ അമ്പത്തൂരിലെ ഓഫീസിലേക്ക് എത്തിയത്. സാധാരണ നിലയിൽ ഈ സമയത്ത് വലിയ തിരക്ക് അനുഭവപ്പെടുന്നൊരു സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നിലവിൽ ഇവിടെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ CEO പങ്കജ് ഭണ്ഡാരി അടക്കമുള്ളവർ ഇവിടെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഈ പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്തിരുന്നു പ്രത്യേക അന്വേഷണ സംഘം. അതിന് പിന്നാലെയാണ് സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങളൊക്കെ ഈ സ്വർണ്ണക്കൊള്ളയിൽ പുറത്തു വരുന്നത്. അതായത് സ്മാർട്ട് ക്രിയേഷൻസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു അവർക്ക് ഈ സ്വർണം ഉരുക്കിയ ശേഷം ആ ഒരു സ്ഥലത്ത് വീണ്ടും ഇലക്ട്രോപ്ലേറ്റിംഗ്, സ്വർണം കൊണ്ടുള്ള ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ അത് പൂശാൻ കഴിയില്ല എന്നുള്ള കാര്യം അവർ നേരത്തെ തന്നെ നമ്മളോടക്കം വ്യക്തമാക്കിയിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഈ സ്മാർട്ട് ക്രിയേഷൻസിനെ മറയാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും ഈ ഒരു സ്വർണം ഉരുക്കുകയും അത് തങ്ങളുടെ കൈവശപ്പെടുത്തുകയും പിന്നീട് ഈ ചെമ്പ് പാളിയിൽ വീണ്ടും സ്വർണം പൂശുകയായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കോടതിയും സ്മാർട്ട് ക്രിയേഷൻസിനെ സംബന്ധിച്ചിടത്തോളം ചില ആശങ്കകൾ, ചില പ്രശ്നങ്ങളൊക്കെയും കോടതിയും ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് അത്തരത്തിൽ സ്വർണ്ണമുരുക്കാനുള്ള സംവിധാനമില്ലാത്ത ഒരു സ്ഥാപനത്തിൽ എന്തിനാണ് ഇത്തരത്തിൽ നിരന്തരമായി വർക്കുകൾ നൽകിയിരുന്നത് എന്നതടക്കമുള്ള ചോദ്യം കോടതി ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഈ ചോദ്യം ചെയ്യലും സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ബന്ധം സംബന്ധിച്ചുള്ള അന്വേഷണവുമൊക്കെയും നടന്നു വരുന്നത്. അതിൻ്റെ ഭാഗമായി എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ചെന്നൈയിൽ എത്തിയിട്ടുണ്ട്. ഇന്നലെയും പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിൽ ഉണ്ടായിരുന്നു. അവർ നിർണായകമായിട്ടുള്ള പല രേഖകളും കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ആരുടെ പേരിലാണ് ഈ ബില്ലുള്ളത്, ഏതൊക്കെ തരത്തിലാണ് ആ ബില്ലിലെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്, എത്ര തവണ സ്മാർട്ട് ക്രിയേഷൻസുമായി ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ട്, അപ്പോൾ ഈ സ്മാർട്ട് ക്രിയേഷൻസിന് ഏതെങ്കിലും തരത്തിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായിട്ട് വിചാരിച്ചതിനപ്പുറത്തേക്ക് ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. എന്തായാലും അമ്പത്തൂരിലെ ഈ പരിശോധന രാവിലെ മുതൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതിനൊരു അവസാനം ഉണ്ടായിട്ടില്ല. നിലവിൽ എന്തായാലും പ്രധാന ഉദ്യോഗസ്ഥരെല്ലാം അകത്തുണ്ട് എന്നുകൂടിയാണ് മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.